ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഓമയ്ക്ക ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഒരു ഓമയ്ക്ക ഉണ്ടെങ്കിൽ നമുക്കൊരു പാത്രം നിറയെ കറുമുറ സ്നാക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്തുള്ളതാണ് ബെല്ലൈക്കണിൽ ഓളുന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യണേ. അപ്പോഴാണ് ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്കായിട്ട് വരുള്ളൂ. അപ്പോൾ ഈ ഒരു ഐറ്റം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിയ ഓമയ്ക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിനുള്ളിൽ സീഡൊക്കെ കളഞ്ഞിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഇതിലേക്കുള്ള മസാലകൾ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ തന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതിയാകും. കൂടെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ചേർക്കേണ്ടത് 1 ടീസ്പൂൺ അളവിൽ അരിപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ മൈദയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അരിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു മുട്ട കൂടി പൊട്ടിച്ച് വെച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പോൾ നല്ല കട്ടിയായതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ തന്നെ മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീര് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. അത് നല്ലപോലെ അരച്ചെടുത്തത് വേണ്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. വീട്ടിൽ ഓമയ്ക്കൊന്നും കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല ഇഷ്ടത്തോടെ കഴിക്കും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. വൈകുന്നേരം ചായക്കൊപ്പം അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ്. ഓമയ്ക്ക എടുക്കുന്ന സമയത്ത് പച്ച ഓമക്കായ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പഴുത്ത ഓമയ്ക്ക എടുക്കരുത്, മധുരിക്കുള്ളൂ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഓമയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തപ്പോൾ കുറച്ച് ലൂസായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴാണ് ഈ ഓമയ്ക്കയിൽ ഈ ഒരു മസാല നല്ലപോലെ പിടിച്ച് നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ. നിങ്ങൾക്ക് തീരെ സമയമില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എങ്കിലും വെക്കണം കേട്ടോ റെസ്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു കടായ എടുത്തിട്ടുണ്ട് കേട്ടോ. കടായ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ നല്ലപോലെ ഒന്ന് ചൂടാവുമ്പോൾ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഓമയ്ക്ക ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഈ ഒരു ഐറ്റം ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്തുള്ളതാണ് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യണേ. അപ്പോഴാണ് ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്കായിട്ട് വരുള്ളൂ. ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ടാറ്റാ ബൈ ബൈ, സീ യു.